എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയെ നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല കേട്ടോ. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വെറുതെ വിടാം കേട്ടോ. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ അറിയണോ എന്തിനു വേണമെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ ചെറിയൊരു ഫീസ് ഉണ്ട്. പിന്നെ ഇത് വാട്സാപ്പ് നമ്പറാണ്, ഇതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്ത് തരാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്തും തരണം. പിന്നെന്താ, അതില്ലെങ്കിൽ നോക്കി തരും കേട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, യൂണിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, യൂണിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, കറണ്ട് എനർജി യൂണിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, യൂണിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, യൂണിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, യൂണിവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, 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 എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയണ, ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. ഒരു എല്ലാത്തിൻ്റെയും ടോപ്പായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാൾ, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നല്ല പവർഫുൾ പേഴ്സണാണ് കേട്ടോ. എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. നല്ല അടുക്കും ചിട്ടയോടൊക്കെ ഉള്ള പെരുമാറുന്ന വ്യക്തിയാണ് നിങ്ങൾ. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് നിങ്ങൾ. നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായൊക്കെ നിങ്ങളെല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ട്രഡീഷണലായിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തികളാണെന്നാണ് പറയുന്നത്. നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരാളാണ്. നല്ല ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല ആളാണ്. പിന്നെ നിങ്ങളെന്താ, നല്ല ശക്തമായ ആദർശവാദിയായ ഒരു വ്യക്തിയൊക്കെയാണെന്നാണ് പറയുന്നത്. നല്ലൊരു കുലീനയും ഗൗരവക്കാരി, പെട്ടെന്ന് കാണുമ്പോൾ ചെറിയൊരു ഗൗരവമൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല.
കാണുമ്പോൾ അങ്ങനെ ഒരു ഇത്തിരി ഒരു ജാടയുള്ളത് ഇത്തിരി ഗൗരവമൊക്കെ ഉണ്ടെന്ന് തോന്നും. അങ്ങനെ ഉള്ളൊരു വ്യക്തിത്വമാണ്. നിങ്ങളെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വൈഫാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്ന് മാറി നിൽക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും കുറച്ച് അകന്ന് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് മാറി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളൊരു ഒറ്റപ്പെട്ട പോലെ അച്ഛനെ അവർ നിങ്ങളുടെ അടുത്തില്ല, നിങ്ങളെ തനിച്ചാക്കി അവർ മാറിപ്പോയിരിക്കുന്നു, അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ കഴിവിനൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. വളരെ പക്വതയുള്ളൊരു ആൾക്കാരാണെന്നാണ് പറയണത്. പിന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് അത് ഇതാണ് വന്നത്, റിവേഴ്സാണെന്ന് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈസയൊക്കെ ഉണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടില്ല, പൈസയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങൾക്ക് എല്ലാം കൊണ്ടും വിശ്വാസം, എല്ലാത്തിലും ഇനി വിശ്വാസമൊക്കെ ഇനി കൂടും. നിങ്ങൾ സുരക്ഷിതത്വമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ജോലി ചെയ്ത് നല്ല വരുമാനവും വീടും എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ നല്ല സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർന്നൊരു സ്ഥിതിയിലേക്കാണ് ഇനി വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനമൊക്കെയാണ് ഇനി വരുന്നത്. നിങ്ങൾ ഇപ്പോൾ ലവ് റീഡിങ്, നിങ്ങളെ ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ സ്നേഹമാണെങ്കിൽ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ നല്ല സ്നേഹിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി നല്ല സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് ജന്മന തന്നെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരൊക്കെ എന്താ പറയുക, ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും നിങ്ങൾക്ക് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ സമൂഹത്തിലും പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. നല്ല ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് കേട്ടോ. ഒരുപാട് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട്. വളരെ ധൈര്യശാലിയായ ആൾക്കാരാണെന്നാണ് പറയുന്നത്. വളരെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ശരിയായ വഴിയിലൂടെ പോയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സാണ് ഇനി ഉണ്ടാവാൻ പോണത്. പിന്നെന്താ, ആരുടെ കീഴിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും നിയന്ത്രിക്കണത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ വിചാരിക്കണ പോലെ നടക്കണം. നിങ്ങളെ ആരും നിയന്ത്രിക്കണം നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടാണോ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് യെസ്സാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അത് അവർ വരാൻ വേണ്ടിയൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവർ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും കേട്ടോ. നിങ്ങൾക്ക് ഇനി ഐശ്വര്യവും സെലിബ്രേഷനൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത്. മാരേജിന് സമയമായി. ഇനി ഫിനാൻഷ്യലായിട്ട് നല്ല ഗ്രോത്തുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത്. റിലേഷൻഷിപ്പിലും നല്ലതാണ് ഇനി വരാൻ പോകുന്നത്. ഇനി പേരും പ്രശസ്തിയും നല്ല ഈശ്വരാനുഗ്രഹം നന്നായി ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരൊക്കെ ഹീൽ ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. അത്രയും കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇനിയൊരു പുതിയൊരു തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് കേട്ടോ. നിങ്ങൾക്കെല്ലാം ജോലിയിലായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും ശരി, നല്ലൊരു പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് ഇനി ഉണ്ടാവാൻ പോകുന്നത്. എല്ലാ കാര്യത്തിലും വിജയമാണ് വരാൻ പോകുന്നത്. ഭാഗ്യം വരാൻ പോകുന്നു. കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തിരുന്നത്, അതിനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു. ഇനി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയമാണ് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മാരേജിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ മാരേജ് നോക്കി നടക്കുന്നവർക്ക് ഇപ്പോൾ മാരേജ് നടക്കാൻ സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കത് മാരേജിന് സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്താ എല്ലാ അവസരങ്ങളും നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഓഫറുകളൊക്കെ കൊണ്ട് എല്ലാ ഓഫറുകളും നിങ്ങൾക്കൊക്കെ വരും. നിങ്ങൾക്ക് ഒരുപാട് കലാപരമായ കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വളരെ സൗഹാർദ്ദപരമായൊക്കെ പെരുമാറുന്ന ആൾക്കാരാണ് നിങ്ങൾ. നല്ല ബുദ്ധി, നല്ല ഉയർന്ന ചിന്താഗതിയുള്ളൊക്കെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ ഫോണിലൂടെ അല്ലെങ്കിൽ കത്തിലൂടെയൊക്കെ എന്തെങ്കിലും നല്ല നല്ല വാർത്തകൾ വരാനായിട്ടൊരു
സാധ്യത. ഇപ്പം നിങ്ങൾ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലിക്ക് ഉള്ള കാർഡുകൾ വരെ അങ്ങനെ നല്ല നല്ല വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇനി വരുന്നത് കേട്ടോ. നല്ല വളർച്ചയും മാറ്റങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ കുട്ടികളുണ്ടാവാതെ കുറേ നാളെ കുട്ടികളുണ്ടാവാതെ ഇരുന്നവർക്ക് കുട്ടികളുണ്ടാവാനായിട്ടൊരു സാധ്യത. അപ്പോൾ നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അതുണ്ടാവും, അങ്ങനെയുള്ളൊരു കുട്ടികളുണ്ടാവും, അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ വരും കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യൂ, എല്ലാം നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങളുടെ സ്വന്തം കഴിവിനെ കണ്ടെത്തി അത് വളർത്തിയെടുക്കാൻ നോക്കണം. എല്ലാവർക്കും എല്ലാ കഴിവുകളുണ്ട്. അപ്പോൾ അതിനെ സ്വയം നമ്മൾ കണ്ടെത്തി നമ്മളുടെ കഴിവുകളെ വളർത്തിയെടുക്കണം നിങ്ങൾ കേട്ടോ. നിങ്ങളിപ്പോൾ ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. നിങ്ങളൊരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു അഡ്വൈസറോ പ്രീസ്റ്റോ ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ആൾക്കാരൊക്കെ ആവാനൊരു സാധ്യതയുണ്ട്. നിങ്ങളിലേക്കൊരു അബണ്ടൻറ്റ് വരണമെന്നാണ് പറയണതിന്. നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ. മതപരമായ കാര്യങ്ങളൊക്കെ പിന്തുടരുന്ന ആൾക്കാരാണ്. സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർന്ന ആൾക്കാരാണ്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ സോഷ്യൽ ഫാമിലിയിലോ മെഡിക്കലായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവാനൊരു സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങളൊരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ തന്നെ പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഒരു വിവാഹം വരാം, അല്ലെങ്കിൽ പ്രൊപ്പോസൽ വരാം. ഫിനാൻഷ്യലായിട്ട് ഇനി നല്ല ടൈമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയും നിങ്ങൾക്ക് വരുമാനം നിങ്ങൾക്ക് കൂടുന്നാണ് പറയുന്നത്. നല്ല പൈസയൊക്കെ ഉണ്ടാവാനായിട്ടാണ് ഇനി പോകുന്നത്. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയാണ് നിങ്ങൾക്ക് പറയുന്നത്. നല്ല ഉപദേശമൊക്കെ നൽകാൻ കഴിവുള്ള മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ നല്ല ഉപദേശം നൽകാനായിട്ട് കഴിവുള്ളൊരു വ്യക്തികളാണ്. നിങ്ങൾക്ക് എല്ലാ കഴിവുണ്ട്, മനസ്സിലായോ? സൃഷ്ടി സംഹാരം നിങ്ങൾക്ക് എല്ലാ കഴിവും എല്ലാ ഗുണങ്ങളോട് കൂടിയുള്ളൊരു വ്യക്തികളാണെന്നാണ് പറയുന്നത്. ധാരാളം അറിവും വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. എല്ലാത്തിൻ്റെയും നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത്. എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല വ്യക്തമായ അറിവുള്ള ആൾക്കാരാണ് നിങ്ങൾ, മനസ്സിലായോ? നല്ലവണ്ണം ചിന്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുള്ളൂ നിങ്ങൾ. അങ്ങനെ ചിന്തിച്ച് എല്ലാ കാര്യത്തിലും നിങ്ങൾ തീരുമാനം എടുക്കും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഒരു പുനർജന്മം കിട്ടാൻ പോകുമെന്ന് പറയാം. ഇപ്പോൾ ഇത്ര കുറേ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതൊക്കെ മാറി ഇനി നല്ലൊരു ടൈമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്കെല്ലാം ഇനി എല്ലാ കാര്യത്തിലും ഇനി വിജയമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് ഇനി വിജയം വരുന്നതാണ് പറയുന്നത്. ജീവിതത്തിൽ ഇനി വളരെയധികം സന്തോഷം വരാൻ പോകണം, ഭാഗ്യം വരാൻ പോകുന്നു. നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് പ്യുവർ ലവ് ആണെന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വളരെ സത്യസന്ധത, വളരെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല സ്വഭാവമുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല സ്ട്രോങ് ആണ്, നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തികളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കില്ല. നിങ്ങളുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി അറിയുന്ന ആൾക്കാരാണെന്നാണ് പറയണത്. പിന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുള്ള വരും. ബാക്കിയെല്ലാം നല്ല കാർഡുകളാണ് വന്നിരുന്നത്. 2 കാർഡ് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അതെന്താണ്, കഴിഞ്ഞ കാലത്തിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തിൽ ഒരു ചീറ്റിങ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇട്ടേച്ച് പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാൾ നിങ്ങളെ വേർപിരിഞ്ഞ് പോയി എന്നാണ് പറയണത്. അത് ഓർത്തുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്, ഭയങ്കര വിഷമമുണ്ടെന്നാണ് നിങ്ങൾക്കറിയുന്നത്. അത് ഓർത്തിട്ട് നിങ്ങൾ ആരോ ഇട്ടിട്ട് പോയിട്ടുണ്ട്, അങ്ങനെ നിങ്ങളൊരുപാട് വേദനിക്കുന്നുണ്ട്. അത് നിങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നിരാശയുണ്ട്. അത് സാരമില്ല, ഇപ്പോഴത്തെ നിരാശ കൂടുതലും കുറേ ഭാവിയിൽ നല്ല സന്തോഷവും സംതൃപ്തിയൊക്കെ നൽകും കേട്ടോ. ലൈഫിൽ ആരും നിങ്ങളിപ്പോൾ ഉപേക്ഷിച്ച് പോയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ
റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട് വളരെ കുറച്ച് പേർക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വേദനിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയണത്. ഇനി കുഴപ്പമില്ല, എല്ലാം മാറി വരും കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കും. നിങ്ങളിലേക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നത്. ഇത് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട, അതൊക്കെ മാറി വരും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ദയവായിട്ട്. പേഴ്സണൽ റീഡിങ് വേണം ആവശ്യമുള്ളവർ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.